ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ്സാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ബോർ മോഡലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ റുദർഫോർഡ് മോഡലിൻ്റെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ എന്തിനാണ് ബോർ മോഡൽ വേണ്ടത്? റുദർഫോർഡ് മോഡലിന് ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ബോർ മോഡൽ ആവശ്യമായിട്ട് വരുന്നത്. റുദർഫോർഡ് മോഡലിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്സിലറേറ്റിംഗ് ചാർജ് റേഡിയേറ്റ്സ്. നിങ്ങൾ ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. അതായത് നമ്മുടെ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോൺ, അതായിരുന്നു റുദർഫോർഡ് മോഡൽ അല്ലേ, പ്ലാനറ്ററി മോഡലാണ്. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ അത് വട്ടത്തിൽ കറങ്ങുകയാണല്ലോ, വിച്ച് മീൻസ് അത് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയേറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ എനർജിയാണ് നഷ്ടപ്പെടുന്നത്. വിച്ച് മീൻസ് അതിൻ്റെ എനർജി നഷ്ടപ്പെട്ട് ഇലക്ട്രോണ് സ്പൈറൽ ടുവേർഡ്സ് ന്യൂക്ലിയസ് സംഭവിക്കണം അല്ലേ, അതായത് ഇറ്റ് ഷുഡ് അപ്രോച്ച് ദ ന്യൂക്ലിയസ്. ഹൗവർ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഒബ്സർവ് ചെയ്യുന്നില്ല. ആറ്റംസ് ഇൻ ജനറൽ സ്റ്റേബിളാണ്. അപ്പം ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റുദർഫോർഡ് മോഡലിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് വേറൊരു മോഡൽ കൊണ്ടുവരേണ്ടി വരുന്നത്. ബോർ മോഡൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ബോർ ഹൈപ്പോത്തസിസ് കൊണ്ടുവരുമ്പോഴേക്കും അതിന് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ല ഇത് പറയാനായിട്ട്. വളരെ ബോൾഡായിട്ട് കൊണ്ടുവന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ അതിന് മുമ്പ് അതിന് ക്വാണ്ടം തിയറി കുറച്ചൊന്ന് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവരുന്നത്. അതായത് ഹൈപ്പോത്തസിസ് ഇതാണ്: ദർ ആർ സർട്ടൻ സ്പെഷ്യൽ സ്റ്റേറ്റ്സ് ഓഫ് മോഷൻ, അവയെ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേഷനറി സ്റ്റേറ്റ്സിലാണ് എങ്കിൽ ഇലക്ട്രോണിന് റേഡിയേറ്റ് ചെയ്ത് എനർജി നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, സോ ദീസ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് കറസ്പോണ്ട് ടു ഓർബിറ്റ്സ് where the angular momentum is an integer multiple of h bar. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് h bar. അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ ആംഗുലാർ മൊമെൻറ്റം ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് h bar ആണ് എങ്കിലാണ് അത് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആവുന്നത്. ആ സ്റ്റേഷനറി സ്റ്റേറ്റ്സിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനർജി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ബോർ കൊണ്ടുവന്ന ഹൈപ്പോത്തസിസ്. ഇറ്റ് ടേൺഡ് ഔട്ട് അത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ കാര്യത്തിനാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. എന്താണ്? ആംഗുലാർ മൊമെൻറ്റത്തിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല. എച്ച് ബാറിൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ ആംഗുലാർ മൊമെൻറ്റത്തിന് വാല്യൂസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ബോറാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ബോറിൻ്റെ പോസ്റ്റുലേറ്റ് ഇതാണ്: എം വി ആർ ആണ് ആംഗുലാർ മൊമെൻറ്റം. എം വി ആർ ഈക്വൽ ടു എൻ എച്ച് ബാർ ആണ്, വേർ എൻ ഇസ് 1 2 3 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. അതിനെ നമുക്ക് വിക്ക് ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കിട്ടും. ഇത് യു ക്യാൻ ഡിറൈവ് ദിസ്. ഓക്കെ, നൗ അലൗഡ് വാല്യൂസ് ഓഫ് ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് Rn എന്ന് പറയുന്നത് ഇറ്റ് ടേൺസ് ഔട്ട് ലൈക്ക് ദിസ്, വേർ ഈ പറയുന്നതൊക്കെ കോൺസ്റ്റൻ്റ് ആണല്ലേ. 4 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, എപ്സിലോൺ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, എച്ച് ബാർ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, അതും കോൺസ്റ്റൻ്റ് ആണ്. ഈ എല്ലാ കോൺസ്റ്റൻസും ഉണ്ട്. പിന്നെ എൻ സ്ക്വയർ ആണ്. സോ ആർ ഗോസ് ലൈക്ക് എൻ സ്ക്വയർ. ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് നമ്മൾ വിളിക്കുന്നത് ബോർ റേഡിയസിനാണ്. അതിന് സിമ്പിൾ എ നോട്ട് ആണ്. അപ്പോൾ എ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.05 നാനോമീറ്റർ ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൂളോംബ് പൊട്ടൻഷ്യൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ വേണമെങ്കിൽ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ, അതായത് ഒരു പ്രോട്ടോണും അതിന് ചുറ്റി ഉള്ള ഒരു ഇലക്ട്രോണും മാത്രമുള്ള കേസിലാണെങ്കിൽ ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ആണ്. അതായത് എൻ എഗെയിൻ 1 2 3 എക്സെട്ര ആണ്. അപ്പം എനർജിക്കും ഏത് വാല്യൂ വേണമെങ്കിലും പറ്റില്ല, വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ആക്ച്വലി എവിടെ നിന്നാണ് ഇത് വരുന്നത്? ദിസ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ക്വാണ്ടൈസേഷൻ ആണ് പോസ്റ്റുലേറ്റ്. അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന റിസൾട്ടാണ് എന്ത്? എനർജിയുടെ ക്വാണ്ടൈസേഷൻ. ഓക്കെ, സോ എനർജി ക്വാണ്ടൈസ്ഡ് ആയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതാണ് E2 എന്നുള്ള സ്റ്റേറ്റ്, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെ ഹയർ എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും അവ തമ്മിലുള്ള സ്പേസിങ് കുറഞ്ഞു വരുന്നു. എന്നിട്ട് ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്
ദാറ്റ് ഈസ് ആക്ച്വലി 0. ഈ ഇൻഫിനിറ്റി എന്നൊരു എനർജി ലെവൽ ഇല്ല, റൈറ്റ്. സോ എനർജി ലെവലിൻ്റെ എൻ കൂടി വരുമ്പോഴേക്കും അത് നമ്മൾ സ്പേസിൽ കുറഞ്ഞ് വന്നിട്ട് ആ ഒരു ലിമിറ്റിംഗ് കേസാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, n=∞ എന്ന് കണക്കാക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് 0. അതിൻ്റെ എനർജിയാണ് 0 ആണ്. ലോസ്റ്റ് എനർജി ലെവൽ n=1 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഹയർ സ്റ്റേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n² ആണ്. n എന്ന് പറയുന്ന എനർജി ലെവൽ. ഓക്കെ, അതായത് ഇലക്ട്രോണും ന്യൂക്ലിയസും സെപ്പറേറ്റഡ് ബൈ ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസ് ആണ് എങ്കിൽ എന്താണ്, n=∞ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി n∞=0 ആണ്. അപ്പോൾ ആ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിനെയും ന്യൂക്ലിയസിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് വരെ എനർജി റിലീസാകും. ഓക്കെ, ദാറ്റ് ഈസ് ദ എനർജി എൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത്രയും. അല്ലാതെ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു ആറ്റം ഇരിപ്പുണ്ട്, ഹൈഡ്രജൻ ആറ്റം ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊന്ന് ഇലക്ട്രോണിനെ പുറത്തെടുക്കണമെങ്കിൽ എത്രമാത്രം എനർജി കൊടുക്കണം? ഏറ്റവും മിനിമം En ലെവൽ അത്രയും എനർജി എങ്കിലും കൊടുക്കണം. കൂടുതൽ എനർജി വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. കൂടുതൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കുന്ന എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ ആ മിനിമം കൊടുക്കേണ്ട എനർജി, അതായത് ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തെടുക്കാനായിട്ട് മിനിമം കൊടുക്കേണ്ട എനർജിയാണ് എന്ത് വിളിക്കുന്നത്? ബൈൻഡിങ് എനർജി ഓഫ് ദ സ്റ്റേറ്റ് n എന്ന് പറയുന്നത്. ഓക്കെ, എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n=1 സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു nth എനർജി ലെവലിലേക്ക് പോകാനുള്ള എനർജി, ആ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത്. എക്സൈറ്റേഷൻ എനർജിയുടെ ഡെഫിനിഷൻ പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ ദിസ് ഇക്വേഷൻ ΔE = En-E1 ഫോർ ദ nth ലെവൽ. ഓക്കെ, n=2 ആണെങ്കിൽ എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത് 10.2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഈ ബോർ മോഡലിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ബോർ മോഡൽ കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഫോർ എക്സാമ്പിൾ റുദർഫോർഡ് സ്കാറ്ററിംഗ് ഇങ്ങനെയൊന്നും ബോർ മോഡൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. അത് കൂടാണ്ട് എന്താണ് റുദർഫോർഡ് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞ കാര്യം, അതായത് എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം എന്ന് പറയുന്ന ബോർ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ലൈൻ സ്പെക്ട്രയ്ക്കും കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ബോർ മോഡൽ കൊണ്ട് കഴിഞ്ഞു. അതായത് ഇലക്ട്രോൺ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിലിരിക്കുകയാണ്, ഒരു ഓർബിറ്റിലിരിക്കുകയാണെങ്കിൽ അത് റേഡിയേറ്റ് ചെയ്യുന്നില്ല. ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് അത് റേഡിയേഷനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് പോകുന്നത്. ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ ഇലക്ട്രോൺസ് എനർജി എമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന എനർജിയുടെ ഫ്രീക്വൻസി എത്രയായിരിക്കും? ആ ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് എനർജി ഡിഫറൻസ്. ഓക്കെ, സോ hν എന്ന് പറയുന്നത് ആ എനർജി ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് n1 > n2 എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതൊരു കൺവെൻഷനാണ്. സാധാരണ നമുക്ക് എന്താണ് ഏത് രീതിയിൽ എഴുതാം? ചില പുസ്തകത്തിൽ n2 n1 എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതണം? ഈ എനർജിയുടെ അത് തിരിച്ചെഴുതേണ്ടി വരും. ഓക്കെ, തൽക്കാലം ഇവിടെ അസ്യൂം ചെയ്തേക്കുന്ന n1 ആണ് ഗ്രേറ്റർ എന്ന് അസ്യൂം ചെയ്തത് കൊണ്ട് hν എന്ന് പറയുന്നത് ഏതാണോ കൂടുതൽ എനർജി അതാണ് ആദ്യം എഴുതാൻ. റൈറ്റ്, അങ്ങനെ അതുകൊണ്ട് തന്നെ എന്താണ് hν എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് En ഒരു എക്സ്പ്രഷനും നമ്മൾ എഴുതിയിട്ടുണ്ട്. റൈറ്റ്, En ഗോസ് ലൈക്ക് 1/n² പോലെയാണ് En എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂവിൻ്റെ ടേംസിൽ ഇത് എഴുതാം. ഓക്കെ, ന്യൂവിൻ്റെ ടേംസിൽ ഇത് എഴുതി കഴിഞ്ഞാൽ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. m കോൺസ്റ്റൻ്റ് ആണ്, e⁴ കോൺസ്റ്റൻ്റ് ആണ്, 64 കോൺസ്റ്റൻ്റ് ആണ്, π കോൺസ്റ്റൻ്റ് ആണ്, ε0 കോൺസ്റ്റൻ്റ് ആണ്, h ബാറും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഈ എല്ലാ കോൺസ്റ്റൻസും ഉണ്ട്. പിന്നെയുള്ളത് 1/n² - 1/n². അതാണ് ഫ്രീക്വൻസിയുടെ ടേംസിൽ എഴുതുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ മാറ്റി എഴുതാം. വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ മാറ്റി എഴുതുമ്പോഴേക്കും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഒറ്റ സ്റ്റെപ്പിൽ അത് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോഴും ഇവിടെ കുറച്ച് കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റിനെ എല്ലാം കൂടെ നമ്മൾ ഒരു വേറെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് Rα എന്ന് പറയുന്നത്. ഓക്കെ, സോ Rαയുടെ ടേംസിൽ ഈ ലാംഡ എഴുതുന്നത് λ = 1/Rα മൾട്ടിപ്ലൈഡ് ബൈ n1² മൾട്ടിപ്ലൈഡ് ബൈ n2². അത് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ n1² - n2² ആണ്.
അപ്പം ആർ ആൽഫയുടെ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്, വാല്യൂ ആണെങ്കിലും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ n2 = 2 എന്നുള്ള കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമ്മൾ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ലാംഡ = 1/r ഇൻഫിനിറ്റി n1² n2² n1² - n2² എന്നല്ലേ. അപ്പോൾ n2 = 2 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ 1/r ഇൻഫിനിറ്റി എന്നുള്ളത് അതുപോലെ തന്നെ ഉണ്ട്. n1² ഉണ്ട്, n2 എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് n2² 4 ആയി, n1² - 4 എഴുതി. അപ്പം ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ = 364.6 നാനോമീറ്റർ. ഓക്കെ, അത് മൾട്ടിപ്ലൈഡ് ബൈ n1² ഡിവൈഡഡ് ബൈ n1² - 4 എന്ന് കിട്ടും, വിച്ച് ഈസ് എക്സാക്ട്ലി ദ ബാമർ ഫോർമുല. അതായത് നേരത്തെ നമ്മൾ ലൈൻ സ്പെക്ട്രത്തിൻ്റെ കേസിൽ ബാമർ ഫോർമുല എത്രയായിരുന്നു അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ബാമർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർ എനർജി ലെവൽ n = 2. ഓക്കെ, അവിടുന്ന് ഹയർ എനർജി ലെവൽസിലേക്ക്, അല്ലെങ്കിൽ ഹയർ എനർജി ലെവലിൽ നിന്ന് n = 2 എനർജി ലെവലിലേക്ക് ഉള്ള ട്രാൻസിഷനാണ് ബാർമർ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് n = 2ൽ എന്താണ് അതെന്ന് ആക്ച്വലി തിയററ്റിക്കലി നമ്മളിങ്ങനെ പറയാമെങ്കിലും ആക്ച്വലി n = 2 എന്ന് ഹയർ എനർജി ലെവൽസിലേക്ക് പോവില്ല, തിരിച്ചേ വരുള്ളൂ. അതിൻ്റെ കാര്യം ബോർ മോഡലിന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ ടു n = 1 ലെവൽ ഫ്രം ഹയർ എനർജി ലെവൽസ് ആണ് ലൈമാൻ സീരീസ്. ഓർ n = 1 ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവൽസിലോട്ടുള്ള ട്രാൻസിഷനും ആകാം, തിരിച്ചു മറിച്ചാണ്. അതായത് എനർജി ലെവൽസ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നെയാണ്. അപ്പോൾ ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? n = 2ൽ നിന്ന് n = 1ലേക്കുള്ളതാണ് ലൈമാൻ സീരീസിൻ്റെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്. അടുത്ത ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? n = 3ൽ നിന്ന് n = 1ലേക്കുള്ളതാണ് ലൈമാൻ സീരീസിൻ്റെ രണ്ടാമത്തെ വരം. അങ്ങനെ ഇങ്ങനെ പോയിട്ട് n ഇൻഫിനിറ്റിയിൽ നിന്ന് n = 1ലേക്കുള്ള ട്രാൻസിഷനാണ് ലൈമാൻ സീരീസിൻ്റെ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബാമർ സീരീസ് ആണെങ്കിൽ ബാമർ സീരീസിലാണെങ്കിലും ഇതേപോലെ തന്നെ n = 2ലേക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ n = 3ൽ നിന്ന് n = 2ലേക്കുള്ളതാണ് ബാമർ സീരീസിൻ്റെ ആദ്യത്തെ വരം. എന്നിട്ട് n ഇൻഫിനിറ്റിയിൽ നിന്ന് n = 2ലേക്കാണ് ബാമർ സീരീസിൻ്റെ മറ്റേ സൈഡിലെ ലിമിറ്റിംഗ് കേസ്. അപ്പം ഈ വേവ് ലെങ്സും നിങ്ങളൊന്ന് കാണാപ്പാടം പഠിച്ച് എഴുതിക്കണം കേട്ടോ. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പം ഈ ലൈൻ സ്പെക്ട്രമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേവ് ലെങ്ത് ഇതൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള വേവ് ലെങ്സ് ആണല്ലോ. അപ്പം അത് പഠിച്ച് എഴുതുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഈ ബാമർ ലൈമാൻ സീരീസ് മാത്രമല്ല, ബാക്കി എല്ലാ സീരീസ് വേണമെങ്കിലും ഇതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പാഷനാട്ടെ, ബ്രാക്കറ്റാട്ടെ, ഫണ്ടാട്ടെ. പാഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n = 3 ലെവലിലേക്കുള്ള ട്രാൻസിഷൻസ്. n = 4 ആണെങ്കിൽ ബ്രാക്കറ്റ്, n = 5 ആണെങ്കിൽ ഫണ്ട്. ബോർ ഫോർമുല കൊണ്ട് റിഡ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുകയാണ്. n3ൽ നിന്ന് n2ലേക്ക് ഒരു ട്രാൻസിഷൻ ഫോളോഡ് ബൈ അനദർ ട്രാൻസിഷൻ ഫ്രം n2 to n1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റിഡ്ബർഗ് ഫോർമുല വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ കമ്പൈൻ ചെയ്യുകയാണ്. ഞാൻ ഇക്വേഷൻ 11നെയും ഇക്വേഷൻ 12നെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നു? ഈ രണ്ട് ടേംസും ക്യാൻസൽ ആയിപ്പോൾ അല്ലേ. 1/n2² - 1/n2² എന്ന് പറയുന്നത് എനിക്ക് ക്യാൻസൽ ആയിപ്പോയി. അപ്പം റിഡ്ബർഗ് ഫോർമുല പോലത്തെ CR ആൽഫ, പിന്നെ ഉള്ളത് 1/n3² - 1/n1² ആണ്. സോ ബൈ ഡെഫിനിഷൻ എന്താണത്? അത് ഫ്രീക്വൻസി ഓഫ് n3 to n1 ട്രാൻസിഷൻ ആണ്. അതായത് നമുക്ക് കിട്ടുന്നത് ഫ്രീക്വൻസി ഓഫ് n3 to n2 ട്രാൻസിഷൻ പ്ലസ് ഫ്രീക്വൻസി ഓഫ് n2 to n1 ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് n3 to n1 ട്രാൻസിഷൻ. അത് തന്നെയാണ് റിഡ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ. അതെന്തായിരുന്നു? നമ്മുടെ സ്പെക്ട്രത്തിലെ രണ്ട് ഫ്രീക്വൻസിയെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെക്ട്രത്തിൽ തന്നെയുള്ള വേറൊരു ഫ്രീക്വൻസി കിട്ടുന്നു എന്നുള്ളതാണ് റിഡ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതാണെങ്കിലും ബോർ മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബോർ മോഡൽ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രയും എമിഷൻ സ്പെക്ട്രയും ഡിഫറെൻ്റ് ആകാം എന്നുള്ളത്. അപ്പം ആറ്റംസ് ഇൻ ജനറൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പോൾ
ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ട്രാൻസിഷൻ ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രയിൽ വരുള്ളൂ. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പോൾ ആ ഷോർട്ട് ലീവ്ഡ് സ്റ്റേറ്റിൽ നിന്ന് പിന്നെയും ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നുള്ള അബ്സോർപ്ഷൻ ലൈൻസ് വളരെ അൺലൈക്ലിയാണ്. എന്നാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് നിന്നുള്ള അബ്സോർപ്ഷൻ ലൈൻസ് എപ്പോൾ വേണേലും ഉണ്ടാകും. അതാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രയിൽ കാണുന്നത്. ലൈമൻ സീരീസ് എന്ന് പറയുന്നത് അതിനകത്ത് ബോത്ത് അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ സ്പെക്ട്രം ഉണ്ട്. എന്നാൽ ബാക്കിയുള്ള സ്പെക്ട്ര, അതായത് ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, അതൊന്നും അബ്സോർപ്ഷൻ സ്പെക്ട്രയില്ല, എമിഷൻ സ്പെക്ട്രം മാത്രമാണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം മാത്രമല്ല ബോർ തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. എനി ആറ്റം വിത്ത് സിംഗിൾ ഇലക്ട്രോൺ ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ബോർ തിയറി. ബോർ തിയറി കൊണ്ട് ആക്ച്വലി 1 ഇലക്ട്രോൺ ആറ്റംസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബോർ തിയറിയുടെ ഒരു ലിമിറ്റേഷനാണ്. അപ്പം റേഡിയസ് ഓഫ് 1 ഇലക്ട്രോൺ ആറ്റം എന്ന് പറയുന്നത് Rn ഈക്വൽ ടു A0 എന്ന് പറഞ്ഞാൽ ബോർ റേഡിയസ് ആയിരുന്നു, ഡിവൈഡഡ് ബൈ Zn² ആണ്. ഓക്കെ, അതായത് Z ഈക്വൽ ടു 1 ആണ് ഹൈഡ്രജൻ്റെ കേസ്. അവിടെ എന്താണ്, Rn ഈക്വൽ ടു A0 n² ആണ്. ബാക്കിയുള്ള ആറ്റത്തിൻ്റെയൊക്കെ കേസിൽ Z എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് Rൻ്റെ വാല്യൂന് മാറ്റം വരും. അതേപോലെ തന്നെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ കാര്യത്തിൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n² മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആറ്റത്തിൻ്റെ കാര്യത്തിൽ പ്രൊവൈഡഡ് അവ 1 ഇലക്ട്രോൺ ആറ്റംസ് ആണെങ്കിൽ അവിടെ എന്തും കൂടെ സംഭവിക്കുന്നു, Z² കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ En ഗോസ് ലൈക്ക് -13.6 ഇലക്ട്രോൺ വോൾട്ട് മൾട്ടിപ്ലൈഡ് ബൈ Z² ഡിവൈഡഡ് ബൈ n² ആണ്. ഇനി ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് എക്സാമ്പിൾ 6.7 ആണ് ഗ്രീൻ ബുക്കിനകത്ത്. കാൽക്കുലേറ്റ് 2 ലോങ്സ്റ്റ് വേവ് ലെങ്ത്സ് ഓഫ് ദ ബാമർ സീരീസ് ഓഫ് ട്രിപ്ലി അയനൈസ്ഡ് ബെർലിയം. ട്രിപ്ലി അയനൈസ്ഡ് ബെർലിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അയനൈസ്ഡ് ബെർലിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അയനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്തിട്ടുള്ള, അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതായത് ഒരു ബെർലിയം എടുത്തു വെച്ചു, അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയനൈസ്ഡ് ബെർലിയം കിട്ടി. ട്രിപ്ലി അയനൈസ്ഡ് ബെർലിയം എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തു. അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, ബോർ മോഡൽ വർക്ക് ചെയ്യുന്നത് സിംഗിൾ ഇലക്ട്രോൺ ആറ്റത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 3 ഇലക്ട്രോണിനെ വർക്ക് ചെയ്ത കാര്യം ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ബെർലിയത്തിൻ്റെ Z തന്നിട്ടുണ്ട്. Z ഈക്വൽ ടു 4 ആണെന്നറിയാം. ബാമർ സീരീസ് ആണെന്നറിയാം, വിച്ച് മീൻസ് N1 ഈക്വൽ ടു 2 ഇടണം. എന്നിട്ട് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വിച്ച് മീൻസ് തൊട്ടടുത്തുള്ള N ഇടുക. അതായത് N ഈക്വൽ ടു 3യും N ഈക്വൽ ടു 4ഉം എടുക്കാം. ലോങ്സ്റ്റ് ആണെങ്കിൽ N ഈക്വൽ ടു 3 ആണ്. പിന്നെ നെക്സ്റ്റ് ലോങ്സ്റ്റ് ആണ് N ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ലാംഡ കറസ്പോണ്ടിങ് ടു N ഈക്വൽ ടു 3യും ലാംഡ കറസ്പോണ്ടിങ് ടു N ഈക്വൽ ടു 4ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിലോട്ടുള്ള ട്രാൻസിഷനാണ്, N1 ഈക്വൽ ടു 2ലേക്കുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് ചെയ്തു.